അന്താരാഷ്ട്ര വേദികളിൽ പലപ്പോഴും അബദ്ധങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറയാറുള്ള പാകിസ്ഥാൻ ഇപ്പോൾ അക്ഷരത്തെറ്റിന്റെ പേരിൽ നാണം കെട്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രസ്താവനയിലെ പിശകുകളാണ് വീണ്ടും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത്. പാക് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ നിരവധി അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 18 മുതൽ 20 വരെ, അതായത് ഇന്ന് വരെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തുന്ന അമേരിക്കൻ സന്ദർശനത്തെ കുറിച്ചാണ് പ്രസ്താവനയിൽ പരാമർശിച്ചത്. അവിടെ അദ്ദേഹം സമാധാന ബോർഡിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ ഐക്യനാടുകളിലേക്കുള്ള സന്ദർശനം എന്നായിരുന്നു പ്രസ്താവനയുടെ തലക്കെട്ട്. ഇതിൽ മാത്രം 2 പ്രധാന പിശകുകൾ ശ്രദ്ധയിൽപ്പെട്ടു. യുണൈറ്റഡ് യുണൈറ്റ്സ് എന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കകൾ എന്നും എഴുതിയിരുന്നു. ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് ഈ തെറ്റുകൾ പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിക്കാൻ കാരണമായി. നിങ്ങളെയൊക്കെ ഓർത്ത് ലജ്ജ തോന്നുന്നു എന്ന് ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് പറഞ്ഞു. ഇത് സംഭവിക്കുന്നത് ഇതാദ്യമല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. സമാനമായ തെറ്റുകൾ മുമ്പും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയപ്പോൾ ഷഹബാസ് ഷെരീഫിന്റേതാണെന്ന് പറയപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് വൈറലായിരുന്നു. അതിൽ അദ്ദേഹം ആക്രമണം കോണ്ടം ചെയ്യുന്നു എന്ന് എഴുതിയതെന്നായിരുന്നു ആരോപണം. ശരിയായ വാക്ക് അപലപിക്കുന്നു എന്നായിരിക്കണം. വ്യാഴാഴ്ച പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനായി വാഷിംഗ്ടൺ DC എത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരം അദ്ദേഹം സമാധാന ബോർഡിന്റെ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിൽ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ, ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ്, വാർത്താവിനിമയ മന്ത്രി അത്തൗള്ള തരാർ, പ്രധാനമന്ത്രിയുടെ പ്രത്യേക സഹായി താരിഖ് ഫത്തേമിയും എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ നടക്കുന്ന സമാധാന ബോർഡിന്റെ യോഗത്തിൽ ഷെരീഫ് പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂടാതെ തന്റെ സന്ദർശന വേളയിൽ മുതിർന്ന US ഉദ്യോഗസ്ഥരെ കാണുകയും ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഫെബ്രുവരി 18 പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ബോർഡിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് പുറമെ സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ 8 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്ന മുതിർന്ന US നേതൃത്വവുമായും മറ്റു സഹപ്രവർത്തകരുമായും ഷെരീഫ് സംവദിക്കുമെന്നും പറഞ്ഞു. കൂടാതെ ഏറെക്കാലമായി സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. രാജ്യാന്തര നാണയനിധി അടക്കമുള്ള ഏജൻസികളുടെ സഹായത്തോടെയാണ് പല കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നത്. രാജ്യം സാമ്പത്തികമായി മുന്നേറണമെങ്കിൽ അഴിമതി കുറയ്ക്കണമെന്നും രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് പാകിസ്ഥാനിലെ ഒരു പ്രധാന മാധ്യമം ലേഖനം പ്രസിദ്ധീകരിച്ചത് അടുത്തിടെയാണ്. രാഷ്ട്രീയക്കാരുടെ സമീപനത്തിൽ മാറ്റം കൊണ്ടുവരാതെ സാമ്പത്തികമായി ഒരു മുന്നേറ്റവും സാധ്യമല്ലെന്നും ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ രാജ്യം സാമ്പത്തിക വളർച്ചയിൽ പിന്നോട്ട് പോകുന്നതിനുള്ള കാരണം വിശദീകരിച്ച പാക് ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബിന്റെ വിചിത്രമായ ന്യായങ്ങളാണ് പിന്നീട് ചർച്ചാ വിഷയമായത്. അതിവേഗം വളരുന്ന ജനസംഖ്യയുള്ളപ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും സാമ്പത്തിക വളർച്ച കൈവരിക്കാനാവില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.